അവൻ വരുന്നുണ്ട്. ഓ, നീയാണോ ആള്? ആ വാ വാ. വരുന്ന വഴിയാ അല്ലേ? കയ്യിൽ ചിലപ്പോൾ അഴുക്ക് പറ്റും കേട്ടോ. എന്താ ഈ പഞ്ചായത്തിൽ എല്ലാരെയും ഹാർമോണിയം പഠിപ്പിക്കുന്ന ഗുരുവാ നീ അല്ലേ? എന്ത് ചെയ്യാനാ, കുഞ്ഞിലെ കുറച്ച് പഠിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴാ അത് ഉപയോഗം വരുന്നത്. നമുക്കെന്നാ അവിടെ ഇരുന്നോണ്ട് സംസാരിച്ചാലോ? എന്താ നിനക്ക് ഇരിക്കാതെ സംസാരിക്കാൻ പറ്റില്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ വേണേ നടന്നോണ്ട് സംസാരിക്കും, ഓടിക്കൊണ്ടും സംസാരിക്കും. ഓ, ഗുഡ് മോർണിംഗ്. എന്താണ് നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ഹിസ്റ്ററി? എന്ത് വലിയ ആൾക്കാരെ ഈ ഫാമിലിയിലുള്ളത്? നാട്ടുകാരൊക്കെ വലിയ കാര്യത്തിലാ നിങ്ങളെ പറ്റി സംസാരിക്കുന്നത്. അത് മാത്രമല്ല, തന്റെ അച്ഛനെ പറ്റി. എന്നെ ഇപ്പോഴും നിനക്ക് മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല. എന്നെ പറ്റി നിങ്ങളുടെ മകൾക്ക് മുഴുവനായിട്ട് അറിയാം, ശരിയല്ലേ? നമ്മളെ കുടിക്ക്. നീ ശരിക്കും ആളൊരു ബുദ്ധിശാലി തന്നെ. ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുമല്ലേ? ഈ കാര്യങ്ങളൊക്കെ ചുമ്മാ എന്റെ അച്ഛനോടൊന്നും പറയണം. അദ്ദേഹത്തിന് മനുഷ്യരെ വായിക്കുന്നത് ഹാർമോണിയം വായിക്കുന്നു അല്ലാതെ വേറൊന്നും അറിയില്ലെന്നേ. പറഞ്ഞു വന്നപ്പോഴാ ഓർമ്മ വന്നത്. എന്റെ മോളെ എപ്പോഴാ നീ ഹാർമോണിയം പഠിപ്പിക്കാൻ തുടങ്ങുന്നത്? അതിപ്പോ എങ്ങനെയാ? നാളെ വെള്ളിയാഴ്ച, കൂടാതെ ഏകാദശി. നല്ല നാളാ. നാളെ തന്നെ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് അങ്ങ് തുടങ്ങിയാലോ? ശരി, രാവിലെ എഴുന്നേറ്റിട്ട് നല്ല പഴങ്കഞ്ഞിയും കഴിച്ചിട്ട് ആ ഹാർമോണിയം പെട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നേക്കും. അയ്യോ, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ആവശ്യമില്ലാതെ ഞാനും എന്റെ അച്ഛനും കുറച്ച് ന്യായോ നീതിയോ ഉള്ളവരാന്ന് പേര് വാങ്ങിപ്പോയല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് പഠിപ്പിക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ പേര് ചീത്തയായി പോവില്ലേ? ശരിയല്ലേ പറഞ്ഞ്? നാളെ മുതൽ നിങ്ങളുടെ മോളോട് രാവിലെ എന്റെ വീട്ടിലോട്ടങ്ങ് വരാൻ പറ. അവിടെയുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായിട്ട് ഹാർമോണിയം പഠിപ്പിച്ചു വിട്ടേക്കാം. എന്താ എന്റെ മോള് നിന്റെ വീട്ടിൽ നിന്ന് ഹാർമോണിയം പഠിക്കണം? ആരോടാ നീ സംസാരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? ഡാഡി എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇവര് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? നമ്മളെപ്പോലുള്ള പണക്കാര് ഇവരുടെ വീട്ടിൽ സംഗീതം പഠിക്കാൻ പോകുന്നത് ഇവർക്കൊരു അഭിമാനമല്ലേ? നമ്മുടെ കാർ അവരുടെ വീടിന് മുന്നിൽ കിടക്കുമ്പോ അത് അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ? അതാണ് കാര്യം. അങ്ങനെയാണോ പാവം? അതേന്നെ. ശരി മോനെ, എന്റെ മോളെ ഹാർമോണിയം പഠിപ്പിക്കാനുള്ള ചാൻസ് നിനക്ക് തന്നിരിക്കുക. നീ മര്യാദക്ക് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. പാൽപ്പേടൊക്കെ കഴിക്കുമ്പോൾ ഒരു ഫീലില്ലേ, അതുപോലെയാണ്. പോയിട്ട് വരട്ടെ. നമ്മുടെ വീട്ടിലേക്ക് കാറ് വരുന്നോ? എവിടെ ഇരുന്നോ? ഇവിടെയാണോ ഞാൻ ഇരിക്കേണ്ടത്? എന്താ ഇത്ര ആൾക്കൂട്ടം? ഓഹോ, ഈ തെരുവിലേക്ക് കാറൊന്നും ഇതുവരെ വന്നിട്ടില്ലേ? എന്റെ കാറ് കാണാൻ വന്നതാണല്ലേ? അതിനു മുന്നിൽ ഒരു കഥയുണ്ട് മോളെ. പറഞ്ഞു വന്ന ഒരു 7 വർഷം മുമ്പാ ഞാൻ എന്റെ കുതിര വണ്ടി വാങ്ങിയത്. ആദ്യമായിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഒരു 100 പേര് വന്നാ കണ്ടത്. ഞാൻ 2ാമത് തവണ വണ്ടി വാങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു അതേപോലെ ആൾക്കാർ കാണുമെന്ന്. ആകെ വന്നത് 50 പേരാ. പിന്നെ ഞാൻ 3ാമത് തവണ വണ്ടി വാങ്ങി. ഒരൊറ്റ മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല, ഞാനും എന്റെ കുതിര വണ്ടിയും മാത്രം. നിങ്ങൾ എന്താ കളിയാക്കുകയാണോ? നീ ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങും മോനെ. അല്ല, നിന്റെ അച്ഛനും മുത്തച്ഛനും വലിയ സംഗീതജ്ഞരല്ലേ? നിനക്കും നിന്റെ അച്ഛനും ഒരു മര്യാദയും ഇല്ലല്ലോ. പുറത്തുനിന്ന് വരുന്നവർക്ക് ഇരിക്കാൻ ഒരു ചെയർ ഇട്ട് കൊടുക്കാനുള്ള മാനേഴ്സ് പോലും കാണിച്ചില്ലല്ലോ. അതിനെന്താ ഇപ്പൊ തന്നെ വഴി ഉണ്ടാക്കല്ലോ. ദേ മാമ, ദേ അകത്ത് പോയിട്ടെ മാഡത്തിന് കുറച്ച് മാനേഴ്സ് എടുത്തോണ്ട് ഇപ്പൊ കൊണ്ടുവരാം. മാനേഴ്സ് റെഡി. ഇവിടെ കൊണ്ടുവച്ച് വന്നാട്ടെ. വലത് കാലി ചേരുവാ. വന്നേ, വന്നിരിക്കുന്നേ. അയ്യോ സോറി മാഡം, ഇതെന്റെ മുത്തശ്ശന്റെ കാലം മുതലുള്ള കസേരയാ. ഭയങ്കര പഴയതായതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഒടിഞ്ഞു പോയത്. പക്ഷെ ഇപ്പൊ കസേര ചീത്തയായി പോയില്ലേ? എന്റെ മുത്തശ്ശന്റെ ഓർമ്മയുള്ള കസേര, അത് ഒടിഞ്ഞു പോയെങ്കിൽ എന്താ? ഞങ്ങൾക്ക് വലിയ അഭിമാനമല്ലേ, അല്ലേ മാമ? അതെ, വളരെ അഭിമാനമുള്ളവരാ. നല്ല വേദനയുണ്ടല്ലേ? ഞാൻ നോക്കട്ടെ. എവിടെ? നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യാനാണോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? നിങ്ങൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുകയാണല്ലേ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെ പോകുന്നു? എന്റെ അവസാനം കാണണോ അല്ലേ? എന്റെ ബിഗിനിങ് പോലും കണ്ടിട്ടില്ലോ, പിന്നെ എങ്ങനെ അവസാനം കാണുന്നത്? എന്റെ അടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങിയാലേ നീ കാറും കൊണ്ട് ഇവിടുന്ന് പോകും മോളെ. റിബൺ റിബൺ. അയ്യോ, അഹങ്കാരം പിടിച്ചോളാ, കണ്ടില്ലേ? എന്താ പറ്റിയ മോളെ? ആരാ ഈ ചളിയൊക്കെ തെറിപ്പിച്ചേ? ആ കാറിൽ പോയി ഭ്രാന്തി പെണ്ണില്ലേ എന്റെ മേലെ ചെളി തെറിപ്പിച്ചിട്ട് കണ്ടോ മോനെ? അവളുടെ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, തിരിച്ച് നല്ലൊരു പണി അങ്ങോട്ട് കൊടുക്കും.
ചീര, ചോപ്പ് ചീര, പാലക്ക്, കറിവേപ്പില. നാടൻ ചീര, പച്ചച്ചീര, ചോപ്പ് ചീര, പാലക്ക്, കറിവേപ്പില. ചീരപ്പെണ്ണേ, ഒരു കെട്ട് ചീരതാ. ഇന്നെന്താ കെട്ടിത്ര ചെറുതായിരിക്കുന്നേ? നാടൻ ചീര, പച്ചച്ചീര, ചോപ്പ് ചീര, പാലക്ക്, കറിവേപ്പില. ആവോലി, ഐക്യൂറ, അയില, മത്തി, ചൂര. നാടൻ ചീര, പച്ചച്ചീര, ചോപ്പ് ചീര, പാലക്ക്, കറിവേപ്പില. അതെ, കൊട്ടാന്നല്ല, എന്റെ പേര് സുബലക്ഷ്മി എന്നാ. എല്ലാവരും എന്നെ സുബുലു എന്നാ വിളിക്കുന്നേ. ഈ കൊട്ടയൊന്ന് ഇറക്കാൻ സഹായിക്കുന്നേ. അല്ല, അവിടെയൊക്കെ പച്ചക്കറി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇതിനകത്ത് മീനാണല്ലോ. ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് വെക്കുന്നത് പാപം. പാപോ? എന്ത് പാപം? ആവശ്യമുള്ളവര് വാങ്ങിച്ചോളും. മേളില് വെജിറ്റേറിയനും താഴെ നോണും. ആർക്കെങ്കിലും ഇത് രണ്ടും കഴിക്കണമെന്നുണ്ടെങ്കിലേ പല കടകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും എന്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അതൊക്കെ ശരി. 10 രൂപയ്ക്ക് ചീരതാ. 10 രൂപയ്ക്ക് ഇത്രയൊക്കെ തന്ന നിന്റെ കച്ചവടം വെള്ളത്തിലാവും. എന്റെ കച്ചവടമൊന്നും വെള്ളത്തിലാവില്ല. ഞാനങ്ങനെ എല്ലാവർക്കൊന്നും കൊടുക്കില്ല. ചില ആൾക്കാർക്ക് കൊടുക്കും, ചില ആൾക്കാർക്ക് കൊടുക്കില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റിയും സംസാരമൊക്കെ കേട്ടപ്പോ തന്നെ എനിക്ക് തരാൻ തോന്നിയത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മീശ നിങ്ങക്ക് ജനിച്ചപ്പോ ഉള്ളതാണോ? അല്ല, ഇവിടെ പെണ്ണുങ്ങൾ ആരുമില്ലേ? എന്താ നിങ്ങൾ വന്ന് വാങ്ങിക്കുന്നേ? ഓ, നിങ്ങക്ക് വൈഫില്ലല്ലേ? എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്കും ഹസ്ബൻഡും ആരും ഇല്ല കേട്ടോ. എന്നെ താലി കെട്ടിയവൻ കടലിൽ മീൻ പിടിക്കാൻ പോയി, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല. എപ്പോ തിരിച്ചു വരും എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാ. ഇനിയൊരു പക്ഷെ ആള് വന്നില്ലെങ്കിലും നിങ്ങളെപ്പോലുള്ളവരുടെ സഹായത്തിൽ ഞാൻ ജീവിച്ചോളാം. അതെ, എനിക്കിതൊന്ന് എടുത്തു വെച്ചു തരുമോ? നാടൻ ചീര, പച്ചച്ചീര, ചോപ്പ് ചീര, പാലക്ക്, കറിവേപ്പില. ആവോലി, ഐക്യൂറ, കടമീൻ, അയില, മത്തി, ചൂര. എൻ്റെ പേര് മണ്ണാങ്കട്ടി മാണിക്യം. ഞാൻ അക്കരപ്പട്ടിന്ന് ട്രാൻസ്ഫർ ആയി വന്ന ഇൻസ്പെക്ടറാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കർക്കശക്കാരനാണ്. ഞാൻ വെറും ഒരു ഇൻസ്പെക്ടർ അല്ല. ക്രിമിനലുകളെ അടിച്ചൊതുക്കി അവന്മാരുടെ താവളത്തിലിട്ട് തന്നെ ഒതുക്കി പേരും പ്രശസ്തി ഉണ്ടാക്കി വന്നവനാണ്. എൻ്റെ പേര് കേട്ട തന്നെ കിട്ടുന്നു. കള്ളത്തരവും വഞ്ചനയും ഞാൻ വെച്ച് പൊറിപ്പിക്കില്ല. കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേക ട്രെയിനിങ് കിട്ടിയവനാണ് ഞാൻ. ഞാൻ പറയുന്നതിന് മുഴുവൻ യെസ് മാത്രമേ കേൾക്കാവൂ. എന്തു പറയണമെന്ന് പറഞ്ഞത്? ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അതിന് തട്ടാമുട്ടി പറയരുത്. ഇതിന് നോ എന്ന് പറയണം. ഞാൻ ക്വസ്റ്റ്യൻ ആൻസറുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ആൻസർ മാത്രം കേട്ടാൽ മതി. ഈ സ്റ്റേഷൻ പരിധിയിലെ സീനിയർ ഫെലോ ആരാണ്? ഹൂ ഈസ് ദ സീനിയർ ഫെലോ? എനിക്ക് ഈ നാടിന്റെ മുഴുവൻ ഹിസ്റ്ററിയും വേണം. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ആൻസർ വേണം. ഈ പ്രദേശത്തുള്ള ഏറ്റവും ധനികനായ വ്യക്തി ആരാ? ശ്രീമാൻ സുരചന്ദ്ര റാവു. ഈ നാട്ടിൽ പേരും പ്രശസ്തിയും പ്രതാപവുമുള്ള വ്യക്തി ആരാ? ശ്രീമാൻ സുരചന്ദ്ര റാവു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാസപ്പടി കൊടുക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതുമായ വ്യക്തി ആരാണ്? ശ്രീമാൻ സുരചന്ദ്ര റാവു. ഈ നാട്ടിലെ പക്കാ ഫ്രോഡും തെമ്മാടിയുമായ വ്യക്തി ആരാണ്? ശ്രീമാൻ സുരചന്ദ്ര റാവു. ആകാശവാണി സംപ്രേഷണം ചെയ്യുന്നവരെ ഒരേ പേരിങ്ങനെ കിടുകിടുക്കിടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? അപ്പോഴവനൊരു വലിയ തെമ്മാടി തന്നെയാ എന്റെ ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നു. പോലീസുകാർ ചെയ്യുന്ന ജോലിക്ക് ഇവിടെ വലിയ ഗുണമൊന്നുമില്ല. ഗോപി എല്ലാത്തിലും ഇടപെടും. അവന് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഹാർമോണിയം വായിച്ചുകൊണ്ടേയിരിക്കും. 2, തെറ്റ് ചെയ്യുന്നവനെ മാറ്റിയെടുത്തിരിക്കും. നന്നായിട്ട് തന്നെ മാറ്റിയെടുത്തിരിക്കും. ഓഹോ, അത്രയും വലിയ മഹാനാണോ അവൻ? എന്നാൽ ഞാൻ ആ കാര്യം സീക്രട്ട് ആയിട്ട് തന്നെ വെച്ചോളാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പോലീസുകാരെ കാണുമ്പോ പേടിച്ച് ചുരുണ്ട് കരയുന്ന ആളാരാ? രാധ. ഈ രാധ ദയാനന്ദ റാവു എവിടെ കാണും? അയ്യോ, അത് പോലീസിന്റെ സ്റ്റാഫൊന്നും അല്ല. ശ്രീമാൻ സുരചന്ദ്ര റാവുവിന്റെ ഒരേ ഒരു ഡോട്ടർ. അവക്ക് കല്യാണം വല്ലതായോന്ന് അറിയാവോ? ഇല്ല. വെരി ഗുഡ്. അപ്പൊ ഓഫീസില് പുതിയ SI വന്നിട്ടുണ്ടെന്ന് പറ. 6 അടി പൊക്കവും അതിനകത്ത് സൗന്ദര്യമുള്ള, ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാരും വീഴ്ത്താൻ കഴിവുള്ള സുന്ദരനായ ഒരു ഓഫീസറാണ്. For more updates, like, comment,
subscribe to our channel.